ന്യൂസ് പ്രസിലേക്ക് സ്വാഗതം. ഒരു സിനിമാ കഥയെ വെല്ലുന്ന ഒരു കൊലപാതക കഥ കേരളത്തിലുണ്ട്. കൊലപാതക കഥയും അതിനെ ചേർന്നുള്ള കൊലപാതകിയുടെ കഥയും നമ്മൾ കേൾക്കേണ്ടതുണ്ട്. കൊല നടത്തിയ ആൾ എവിടെയോ ഒരിടത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 40 വർഷങ്ങൾക്ക് ശേഷവും കേരള പോലീസിന് ആ വ്യക്തിയെ കണ്ടെത്താൻ ആയിട്ടില്ല. കേരളം ഞടുക്കത്തോടുകൂടി, അതിലുപരി ആകാംക്ഷയോടുകൂടി കേട്ടിരുന്ന ആ കഥ സുകുമാരക്കുറുപ്പിൻ്റെതാണ്. സുകുമാരക്കുറുപ്പ് എവിടെ? സുകുമാരക്കുറുപ്പിനെ എന്തുകൊണ്ട് പോലീസിന് നാളിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല? ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അയാൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ കൊല്ലപ്പെട്ടോ? അന്നും ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലെ സസ്പെൻസിനെ ഒരിക്കലും സോൾവ് ചെയ്യാൻ കഴിയാത്ത സുകുമാരക്കുറുപ്പിൻ്റെ അമ്പരപ്പിക്കുന്ന കഥയാണ് ഇന്ന് ന്യൂസ് പ്രസ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പലരും പറഞ്ഞിട്ടുള്ള കഥ തന്നെയാണ്. പക്ഷേ പറയാതെ ബാക്കി വെച്ച ചില സംഭവങ്ങൾ കൂടി ഈ എപ്പിസോഡിൽ ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ഒരുപക്ഷെ കേരളം ഒരു കാലത്ത് കേൾക്കാൻ ആകാംക്ഷയോട് കാത്തിരുന്ന ഈ കഥയ്ക്ക് ഇന്നും അന്ത്യമുണ്ടായിട്ടില്ല. ആ കഥ ഇന്നും അവസാനിച്ചിട്ടില്ല. ഇത് എല്ലാവരെയും ജിജ്ഞാസഭരിതരാക്കുന്ന ഒരു ക്രൈം ത്രില്ലർ കഥയാണ്. ഒരുപക്ഷെ സുകുമാരക്കുറുപ്പിനെ നമ്മൾ ശരിക്കും ആരാധിച്ചു പോകുന്ന ഒരു കഥാപാത്രമായി രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ മനുഷ്യൻ എവിടെയാണ്? എന്ത് സംഭവിച്ചു? എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഭാര്യയെയും മക്കളെയും കാണാൻ എത്തുന്നുണ്ടോ? ബന്ധുക്കളെയൊക്കെ കാണാൻ അയാൾക്ക് ആഗ്രഹമുണ്ടോ? അതോ ഇപ്പോഴും അയാൾ അജ്ഞാതവാസത്തിലാണോ? ഒരിടത്ത് സുകുമാരക്കുറുപ്പുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്ന ചില അടയാളങ്ങൾ അങ്ങും ഇങ്ങും നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു സ്ഥിരീകരണമില്ല. പോലീസ് അറിയുന്ന വാർത്തകൾക്കൊപ്പം ഓടുന്നു, അന്വേഷിക്കുന്നു, മടങ്ങി വരുന്നു വെറും കൈയോടെ. കുറുപ്പിനെ മാത്രം വിലങ്ങുവെക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇനിയൊട്ട് കഴിയും എന്നും തോന്നുന്നില്ല. കാരണം എഴുതി ഉപേക്ഷിച്ചു കഴിഞ്ഞ ഒരു കഥയുടെ അമ്പരപ്പിക്കുന്ന വില്ലൻ വേഷമാണ് സുകുമാരക്കുറുപ്പിൻ്റേത്. കുറുപ്പ് നടത്തിയ ഈ നീക്കങ്ങളൊക്കെ തന്നെ നമ്മൾ കൈഞ്ഞൊടിച്ച് അഭിനന്ദിച്ചു പോകും ആ മനുഷ്യരെ. കാരണം അയാളുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്: പണം. എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന ഗവേഷണത്തിനിടയിൽ അയാൾ ചില വാർത്തകളൊക്കെ കണ്ടും കേട്ടും പഠിച്ചു. ചില കില്ലേഴ്സൊക്കെ തന്നെ ഇതുപോലെയാണ്. ചില സിനിമകൾ കണ്ട് പ്രചോദനം കൊള്ളും. ചിലർ ഇൻ്റർനെറ്റിൽ തപ്പി ചെറിയ ഉപായങ്ങൾ കണ്ടെത്തും. അത് വളർത്തി വലുതാക്കി ഒരു വലിയ പ്രോജക്റ്റാക്കി മാറ്റും. ലക്ഷ്യം ഒന്നുകിൽ ഒരാളിനെ വകവരുത്തി പണമുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരാളെയും കൊല്ലാതെ പണം എങ്ങനെയെങ്കിലും മറ്റൊരാളിൻ്റെ പണം തട്ടിയെടുക്കുക. ഈ രണ്ട് ശ്രമങ്ങൾക്കിടയിൽ നടക്കുന്ന ചില നമ്മൾ തന്നെ സല്യൂട്ടടിച്ചു പോകുന്ന നീക്കങ്ങളുണ്ട് ഈ ക്രിമിനൽസിൻ്റേത്. അങ്ങനെ ഒരു നീക്കം നടത്തി ഇന്നും അതിൽ 100% വിജയം നേടിയ സുകുമാരക്കുറുപ്പിൻ്റേതാണ്. പക്ഷേ കുറുപ്പിന് തെറ്റിപ്പോയ ചില കാര്യങ്ങളും സംഭവിച്ചു. കുറുപ്പ് പിടികൊടുത്തില്ല, എവിടെയോ ഉണ്ട്, ശരി തന്നെ. പക്ഷേ ഒരു കൊലപാതകം നടത്തിയപ്പോൾ കുറുപ്പിനും പറ്റി ചില അബദ്ധങ്ങൾ. ആ അബദ്ധങ്ങൾ പോലീസ് ചികഞ്ഞെടുത്തു ഒറ്റ നോട്ടത്തിൽ തന്നെ. കൂട്ടിന് ഒരു വലിയ ഫോറൻസിക് വിദഗ്ധനും കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം ഇനി ഈ എപ്പിസോഡ് പൂർണ്ണമായും കേൾക്കുക. കാരണം ഈ പോലീസ് എൻക്വയറിയെക്കുറിച്ചും ഇതുപോലുള്ള ചില ക്രൈം നടത്തുന്നതിനെ കുറിച്ചുമൊക്കെ ആളുകൾ എത്ര ബുദ്ധിപരമായി നീക്കം നടത്തുന്നു എന്നറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണുക. കാരണം ഈ എപ്പിസോഡിൽ നിങ്ങൾ അറിയേണ്ട പലതും ഉണ്ട് എന്നുള്ളതാണ്. 1984 ജനുവരി 22 നടന്നതാണ് ഈ സംഭവം.
പുലർച്ചെ 4 മണിക്ക്. മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാം. കേരളത്തിൽ മാവേലിക്കരയിൽ നിന്നും ചെങ്ങന്നൂർ വരെ പോകുന്ന ആ റോഡിൻ്റെ ഇടയ്ക്കൊരു സ്ഥലമുണ്ട്. കുന്നം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ രാവിലെ 4 മണിക്ക് അതുവഴി പോയ യാത്രക്കാർ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മറ്റൊന്നുമല്ല, ഒരു കാർ കത്തുകയാണ് എന്നുള്ളതാണ്. ഒരു കാർ കത്തിക്കൊണ്ടിരിക്കുന്നു. അത് ആ റോഡിൽ നിന്നും വയലിലേക്ക് തന്നെ ഇറങ്ങി ആ വയലിൻ്റെ ഭാഗത്ത് കത്തിക്കാളിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ തൊട്ടടുത്ത വീടുകളിലേക്ക് ഓടി എല്ലാവരെയും വിളിച്ചുണർത്തി. അവിടെ തൊട്ടയൽപ്പക്കക്കാരായ 2 പേർ, ഒന്ന് ഒരു സുരേഷ് കുമാറും മറ്റൊന്നൊരു രാധാകൃഷ്ണനും, എന്ത് നടന്നാലും ആദ്യം ഓടിയെത്തുന്ന നാട്ടുകാരാണ്. ഇവർ ഈ വഴിയെ പോയ യാത്രക്കാരുടെ നിലവിളിയും ബഹളവും കേട്ട് അവരും ഓടി സ്ഥലത്തെത്തുന്നു. അവരും കാണുന്നത് ആ കാറ് കത്തുന്നത് തന്നെയാണ്. ഏകദേശം നല്ലൊരു ശതമാനം ഭാഗം കത്തിക്കരിഞ്ഞു. ഡോറിൽ ഡ്രൈവർ ഇരിക്കുന്ന ഡോറ് തുറന്നു കിടക്കുന്നു. അവിടെ അതാ ഒരാൾ ആ സീറ്റിൽ ഇരുന്ന് കത്തുകയാണ്. ഡ്രൈവർ പൂർണ്ണമായും അഗ്നിക്കിരയായി കൊണ്ടിരിക്കുന്നു. ഇനി ഒരു തരുമ്പും ബാക്കിയില്ല, ചത്തു എന്ന് തന്നെ അവർക്ക് ഉറപ്പാവുകയാണ്. സുരേഷ് അപ്പം തന്നെ ഓട്ടോ വിളിക്കുന്നു, മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെത്തുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് വിവരം പറയുന്നു. അവർ ഉടനെ ഇത് സീരിയസ് ആയ ഒരു ഒഫൻസ് ആണെന്ന് മനസ്സിലായപ്പോൾ തന്നെ DOSPയെ വിളിക്കുന്നു. DOSPയും ഈ കാറ് കത്തിക്കരിയാൻ തുടങ്ങിയ സ്ഥലത്തേക്ക് പാഞ്ഞെത്തുകയാണ്. കാറ് പകുതിയിലേറെ കത്തിക്കഴിഞ്ഞു. ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കത്തിക്കൊണ്ടിരുന്ന മനുഷ്യനും ചാമ്പലായിട്ടുണ്ട്. പൂർണ്ണമായും മരണപ്പെട്ടു. ഇനി അടിയന്തരമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് DOSPയ്ക്ക് മനസ്സിലാകുന്നു. കാറിന് സമീപം ഒരു തീപ്പെട്ടി കിടപ്പുണ്ട്, ഒരു ഗ്ലൗസ് ഉണ്ട്, കയ്യുറ എന്ന് പറയും, കയ്യിൽ ധരിക്കുന്ന ഉറ, ഒരു ചെരുപ്പും ഉണ്ട്. അതെല്ലാം ഈ കാറിന് ചുറ്റും കിടക്കുകയാണ്. അപ്പോൾ തന്നെ പോലീസ് പെട്ടെന്ന് പരിശോധനകൾ ആരംഭിക്കുന്നു. അവർക്ക് മനസ്സിലാകുന്നത് ഒരു കാറ് തന്നെയാണ് കത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഒരു ഡ്രൈവർ അതിനകത്തുണ്ടായിരുന്ന ആളും കത്തിക്കരിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. പക്ഷേ മറ്റൊരു കാര്യവും കൂടി പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്, ആ കാറിന് സമീപത്തു കൂടി ആരൊക്കെയോ ഓടിയതായിട്ടുള്ള ചില പാടുകൾ, അതായത് കാലടികൾ പതിഞ്ഞിട്ടുണ്ട്. വയലിനോട് ചേർന്നിട്ടുള്ള ചെളിപ്രദേശമാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ആളുകൾ കാറ് തിരിച്ചറിയുകയാണ്. അത് സുകുമാരക്കുറുപ്പിൻ്റെ കാറാണ്, അംബാസഡർ കാറാണ്. സുകുമാരക്കുറുപ്പിന് 2 കാറുണ്ട്. സുകുമാരക്കുറുപ്പ് സമീപത്തുള്ള വീട്ടിൽ താമസിക്കുന്ന മനുഷ്യനാണ് ഈ ആലപ്പുഴ തന്നെ. കുറുപ്പ് അബുദാബിയിലാണ് വർഷങ്ങളായി. കുടുംബവും അവിടെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും. ഇപ്പോൾ 2 ആഴ്ച മുമ്പാണ് നാട്ടിൽ വന്നത്. കുറുപ്പ് ഓടിക്കുന്ന കാറുകളിൽ ഒന്നാണ് ഇതാ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാറിനകത്ത് സാധാരണ നിലയിൽ കുറുപ്പ് തന്നെ ഓടിച്ചു നടക്കുന്ന കാറാണ്. അത് കൊണ്ട് തന്നെ മനസ്സിലാകുന്നു ഡ്രൈവറുടെ സീറ്റിൽ ഇരുന്നതും കുറുപ്പ് തന്നെയാണ്. പോലീസുകാർ 2 പേര് കുറുപ്പിൻ്റെ വീട്ടിലേക്ക് ഓടുന്നു. കാരണം മരണമറിയിക്കണം, ആള് മരിച്ചു കഴിഞ്ഞു. അവിടെ വീട്ടിൽ പോകുമ്പോൾ അവിടെയാണ് പോലീസിന് ഒരു കാര്യം വ്യക്തമാകുന്നത്. ആ കാര്യം അവിടെ ആർക്കും സുകുമാരക്കുറുപ്പ് മരിച്ച വിവരം അറിഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ ഒരു കൂസലുമില്ല. സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യയും മക്കളും സുകുമാരക്കുറുപ്പിനോടൊപ്പം വിദേശത്ത് അബുദാബിയിലായിരുന്നു. നാട്ടിൽ വീട്ടിലെ ആ കുടുംബക്കാരണവരുണ്ട്, മറ്റ് ബന്ധുക്കളൊക്കെ ഉണ്ട്. അവിടെ താമസിക്കുന്നതും ഈ വീട്ടിൽ തന്നെയാണ്. ആർക്കും കൂസലില്ല. അവിടെ ശരിക്കും ഉച്ചഭക്ഷണത്തിന് വേണ്ടി ചിക്കൻ കറി വേവിച്ച് അതിൻ്റെ മണം മുഴുവനും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു മരണം നടന്ന വിവരം അറിഞ്ഞിട്ടും അവിടെ ചിക്കൻ കറി വേകുന്നതാണ് പോലീസുകാരെ അമ്പരപ്പിച്ചത്. എന്തായാലും ആ വിവരമെല്ലാം ഈ പോലീസുകാരെ ബന്ധപ്പെട്ട മേൽ ഉദ്യോഗസ്ഥന്മാരുടെ ചെവിയിൽ എത്തിക്കുകയും ചെയ്തു. ഇവിടെ സ്പോട്ടിൽ ഇപ്പോൾ ഉമാദത്തൻ എന്ന് പറയുന്ന ഫോറൻസിക് വിദഗ്ധൻ എത്തുകയാണ്. അദ്ദേഹം മൃതശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ കാണുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് നിർദ്ദേശിച്ചനുസരിച്ച് ആരംഭിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇൻക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ മൃതശരീര പരിശോധനയാണ്.
ഈ പരിശോധന നടത്തുമ്പോൾ അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ചിലപ്പോൾ അവിടെ നടത്താൻ സൗകര്യമുണ്ടെങ്കിൽ അവിടെ തന്നെ നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്ഥിരീകരണം ഏറെക്കുറെ ലഭിച്ചത് മരണപ്പെട്ടത് സുകുമാരക്കുറുപ്പ് തന്നെയാണ്. ഈ കാറ് കത്തി തന്നെയാണ് മരിച്ചത്. പക്ഷേ കാർ എങ്ങനെ കത്തി, എന്താണ് എന്നുള്ളത് ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലഭിക്കാനുള്ള തെളിവുകളിൽ ബാക്കി എടുത്തിട്ടുണ്ട്. അതായത് തല പൂർണ്ണമായും കരിഞ്ഞിട്ടുണ്ട്, തലമുടി കംപ്ലീറ്റ് കത്തിക്കരിഞ്ഞിട്ടുണ്ട്, 80% ബോഡി കരിഞ്ഞിട്ടുണ്ട്. അണ്ടർവെയർ ധരിച്ചത് കൊണ്ട് അടിഭാഗത്ത് അല്പം തീ പടർന്നു പിടിക്കാതിരുന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഡെഡ് ബോഡിയിൽ ചെരുപ്പ് കാണുന്നില്ല. ആ ഡെഡ് ബോഡി ആയ വ്യക്തി വാച്ച് ഉപയോഗിച്ചിട്ടില്ല, മോതിരമില്ല. ഇതൊന്നും തന്നെ ശരീരത്ത് കാണുന്നില്ല എന്നുള്ളത് പോലീസിനെ അതിശയിപ്പിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു മനുഷ്യൻ, ഒരു ഡ്രൈവർ ആണെങ്കിലും ചെരുപ്പിട്ട് കൊണ്ടായിരിക്കും കാർ ഓടിക്കുക. അല്ലെങ്കിൽ വാച്ച് കെട്ടാത്ത ആളാണെന്ന് വെക്കുക, മോതിരം ഇടാത്ത ആളാണെന്ന് വെക്കുക, അറ്റ്ലീസ്റ്റ് ചെരുപ്പെങ്കിലും ഇട്ടുകൊണ്ടായിരിക്കുമല്ലോ കാർ ഓടിക്കുന്നത്. പക്ഷേ ഇവിടെ ചെരുപ്പും ഇല്ല. വെളിയിൽ ചെരുപ്പ് കിടപ്പുണ്ട്, കാറിന് പുറത്തേക്ക് ചെരുപ്പ് കിടപ്പുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പുറത്ത് ചെരുപ്പ് ഊരിയിട്ടിട്ടാണോ ഡ്രൈവർ കാർ കത്തുമ്പോൾ അകത്ത് കയറിയിരിക്കുന്നത്? അപ്പോൾ അതിൽ എന്തോ അസ്വാഭാവികത പോലീസ് അപ്പോൾ തന്നെ കാണുന്നു എന്നുള്ളതാണ്. പക്ഷേ മറ്റൊന്നുകൂടി ഡോക്ടർ ഉമാദത്തൻ അടിവരയിട്ട് പോലീസിനോട് പറയുന്നു, ജീവനുള്ളപ്പോൾ കത്തിയാൽ ഉണ്ടാകുന്ന ലക്ഷണം ഈ ബോഡിയിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ദേഹത്ത് എന്തോ ഒരു ദ്രാവകം വീണിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഒരു ദ്രാവകം ശരീരത്തേക്ക് പടർന്ന് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ് ഉമാദത്തൻ പോലീസിന് കൊടുക്കുന്ന ആദ്യ റിപ്പോർട്ട്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, ശ്വാസകോശത്തിൽ കരി കയറിയ പാടുകൾ ഒന്നുമില്ല. തീ കത്തുമ്പോൾ കുറച്ചു നേരമെങ്കിലും ഒരു വ്യക്തി ശ്വസിക്കും. ആ സമയത്ത് കത്തുന്ന തീയിൽ നിന്നുണ്ടാകുന്ന കരി ശ്വാസകോശത്തിൽ കയറും. പക്ഷേ അവിടെ ഈ വ്യക്തിയുടെ മരിച്ചിരിക്കുന്ന ഡ്രൈവറുടെ ശ്വാസകേന്ദ്രത്തിൽ പുക കയറിയിട്ടില്ല, അവിടെ കരി പുരണ്ടിട്ടുമില്ല. അപ്പോൾ ഉമാദത്തൻ പറഞ്ഞു, ഇത് മരണപ്പെട്ട ശേഷം കത്തിച്ചതാകാനേ സാധ്യതയുള്ളൂ എന്ന് പറയുന്നു. മരിച്ച ശേഷം കത്തിച്ച ഒരു ഡെഡ് ബോഡി ഇവിടെ എത്തിച്ചു എന്ന് തന്നെ ആദ്യം മുതലേ ഈ ഡോക്ടർ ഉമാദത്തൻ വ്യക്തമായും പോലീസിനോട് പറയുന്നു. ആരോ കത്തിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ്. കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റൊരു വിവരം കൂടി ലഭിക്കുന്നത്, ആമാശയത്തിൽ ഒരു ദ്രാവകം കലർന്നിട്ടുണ്ട്. ഇത് ഒരു പോയിസണാണ്. മരണപ്പെടുന്നതിന് മുമ്പ് ഒരു പോയിസൺ ഉള്ളിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായും കിട്ടുന്ന വിവരങ്ങൾ, വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചു, അതിനുശേഷം ആരോ ഈ ശരീരത്തിനെ കത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് കിട്ടുന്ന വിവരം, പോസ്റ്റ്മോർട്ടത്തിൽ 30-35 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ്. 172 സെൻറ്റിമീറ്ററോളം ഉയരമുള്ള വ്യക്തിയാണ്. അതായത് സുകുമാരക്കുറുപ്പിൻ്റെ ശരീരത്തിനോട് സാമ്യതയുള്ള ഒരു ശരീരം തന്നെയാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ അത് സുകുമാരക്കുറുപ്പാണെന്ന് ഉറപ്പാക്കാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ഉമാദത്തന് പോലീസ് മെമ്മോ കൊടുക്കണം, പോസ്റ്റ്മോർട്ടം നടത്താനും ഇൻക്വസ്റ്റ് നടത്താനും ഒക്കെ. അതിനകത്തും പോലീസ് വളരെ ബുദ്ധിപരമായി ഒരു വാക്ക് ചേർത്തിയതായിട്ട് പ്രോസിക്യൂഷൻ പിന്നീട് കോടതിയിൽ പറയുന്നുണ്ട്. അത് ഇതാണ്, അത് ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി, സുകുമാരക്കുറുപ്പാണെന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലീസ് അപ്പോൾ FIR-ൽ എഴുതുന്നത് ഇത് തന്നെയാണ്. സുകുമാരക്കുറുപ്പെന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി കാറിനുള്ളിൽ തീ കത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇത് വെച്ചുകൊണ്ടാണ് പിന്നീടുള്ള അന്വേഷണങ്ങൾ മുഴുവൻ നടക്കുന്നത്. പിന്നെ അറിയുന്ന വിവരങ്ങൾ ഇത് തന്നെയാണ്. 2 ആഴ്ച മുമ്പ് ഇദ്ദേഹം വിദേശത്തു നിന്നും വന്നിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സരസമ്മയാണ്, മക്കളും ഭാര്യയും വിദേശത്താണ്. ഈ ചെങ്ങന്നൂരിന് സമീപമുള്ള ഒരു ബന്ധു വീട്ടിലും അദ്ദേഹം 2 ആഴ്ച മുമ്പ് ഉണ്ടായിരുന്നു. അവിടെ
ഈ ഉണ്ടായിരുന്ന ഭാസ്കര പിള്ള എന്ന് പറയുന്ന ഈ സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യ തങ്കമണിയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, അയാളാണ് ഭാസ്കരപിള്ള. ഭാസ്കരപിള്ളയാണ് ആദ്യം ഈ സുകുമാരക്കുറുപ്പിനെ കണ്ടില്ല എന്ന് പറഞ്ഞ പോലീസിനോട് ആദ്യം ഒരു പെറ്റീഷൻ കൊടുക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി ഭാസ്കരപിള്ളയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ പോലീസിൻ്റെ ശ്രദ്ധയിൽ വന്ന മറ്റൊരു കാര്യമാണ് ഈ ഭാസ്കരപിള്ള കൈ ഫുൾ സ്ലീവ് ഇട്ടിട്ടാണ് ഷർട്ട് മറച്ചിരിക്കുന്നത്. ഷർട്ടിൻ്റെ ആ ഫുൾ സ്ലീവ് കൈ മുഴുവൻ മറച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് അദ്ദേഹം ഹാഫ് കൈ ഷർട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഫുൾ സ്ലീവാണ്. പക്ഷേ അത് ഫുൾ സ്ലീവ് ഫുള്ളായിട്ട് തന്നെ അദ്ദേഹം ബട്ടണിട്ട് കൈ മറച്ചു വച്ചിരിക്കുന്നു. മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. മുണ്ട് സാധാരണ ഉടുക്കുന്നവർ ഈ ഷർട്ട് ഫുൾ സ്ലീവായിട്ട് ഇടാറില്ല, അത് തെറുത്തു വെച്ച് മുകളിലേക്ക് കയറ്റുകയാണ് പതിവ്. പക്ഷെ ഭാസ്കരപിള്ള ഇങ്ങനെ ചെയ്തിരിക്കുന്നതും അയാളെ മുഖത്തെ ചില ഭാവവ്യത്യാസങ്ങളും DOSPക്ക് സംശയം തോന്നാൻ ഇടവരുത്തുന്നതാണ്. വളരെ ബുദ്ധിമാനായ ഇൻ്റലിജൻ്റായ ഹരിദാസാണ് DOSP ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഭാസ്കരപിള്ളയോട് പറയുന്നു ഷർട്ട് മുകളിലേക്ക് കൈ തെറുത്തു വയ്ക്കുക. ഉടൻ ഭാസ്കരപിള്ള പരിഭ്രമത്തോടുകൂടി അത് ചെയ്യാൻ മടിച്ചു എങ്കിലും നിർബന്ധം പോലീസ് കാണിച്ചപ്പോൾ അത് ചെയ്തു. കൈ തെറുത്തു മുകളിലേക്ക് കയറി. അപ്പോൾ കയ്യിലെ പൊള്ളലുകൾ പോലീസ് കാണുന്നു. അതുപോലെ പിന്നീട് മുണ്ട് കുറച്ച് ഉയർത്താൻ പറയുമ്പോൾ കാലിലും പൊള്ളലേറ്റിട്ടുണ്ട്. ഇത് കണ്ട ഈ പൊള്ളലുകൾ കണ്ട ഉമാദത്തൻ അപ്പോൾ തന്നെ പോലീസിനോട് പറഞ്ഞു, ഇത് അടുത്ത സമയത്ത് ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ പറ്റിയ ഒരു പൊള്ളലാണ് ഇയാളുടെ കയ്യിലും കാലിലും കാണുന്നത് എന്ന് പറയുന്നു. അതോടുകൂടി പോലീസ് ഈ ഭാസ്കര പിള്ളയെ പൂണ്ടടക്കം പിടിക്കുകയാണ്. ഒരു പ്രതിയെ എങ്ങനെ പിടിക്കുന്നു എന്ന നിലയിൽ തന്നെ അവർ ഭാസ്കര പിള്ളയെ ചുരുട്ടിയെടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു. അതോടുകൂടി ഭാസ്കര പിള്ള കുറ്റസമ്മതം നടത്തുകയാണ്. ആരാണ് ഭാസ്കരപിള്ള? ഈ സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യ തങ്കമണിയുടെ സഹോദരിയുടെ ഭർത്താവാണ്. അങ്ങനെ ഈ ഭാസ്കരപിള്ള പറയുന്നത് തന്നെ ഈ സുകുമാരക്കുറുപ്പിനെ ഈ തീ കത്തിച്ച് കാറിനുള്ളിലിട്ട് കൊലപ്പെടുത്തി. അതിൻ്റെ കാരണം, മോട്ടീവ് എന്ന് പറയുന്നത് തനിക്ക് അയാളോടുള്ള വൈരാഗ്യമായിരുന്നു. വൈരാഗ്യത്തിന് കാരണം തന്നെ ഗൾഫിൽ കൊണ്ടുപോകാമെന്ന് വർഷങ്ങളോളം പറഞ്ഞു പറ്റിച്ചു. തന്നിൽ നിന്നും 50,000 രൂപ വരെ പലവട്ടങ്ങൾ വാങ്ങി. എന്നിട്ട് ഈ ബന്ധു കൂടി ആയ ഈ സുകുമാരക്കുറുപ്പ് തന്നെ ഗൾഫിൽ കൊണ്ടുപോയില്ല. അതിൻ്റെ വൈരാഗ്യം കുറേ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ അതിന് തക്കം കിട്ടി, ഞാനാണ് അയാളെ കൊലപ്പെടുത്തിയത്. പെട്രോൾ ഒഴിച്ച് താൻ തന്നെ കൊലപ്പെടുത്തി. ആ ശ്രമത്തിനിടയിലാണ് കയ്യിലും കാലിലും തീ പൊള്ളലേറ്റത് എന്ന് പറയുന്നു. ഇത് പോലീസിന് സന്തോഷം നൽകുന്ന ഒരു വാർത്ത ആണെങ്കിലും ശരിക്കും അത് പൂർണ്ണ നിലയ്ക്ക് പോലീസ് എടുത്തില്ല. വാർത്താമാധ്യമങ്ങൾ ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ ഭാസ്കരപിള്ള എന്ന് പറയുന്ന ബന്ധു ഈ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്ന വാർത്ത ഫ്ലാഷാക്കുന്നു. അത് പലരും വിശ്വസിക്കുന്നു. പക്ഷേ പോലീസ് ആ വിശ്വാസം പൂർണ്ണമായും എടുത്തില്ല എന്നുള്ളതാണ്. ഇതിനിടയിൽ പോലീസിന് കിട്ടുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് മരണപ്പെട്ടത് സുകുമാരക്കുറുപ്പല്ല എന്നുള്ളതാണ്. ഇത് പറയുന്നത് സുകുമാരക്കുറുപ്പിൻ്റെ ബന്ധുവായ ഒരു കാരണവർ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് പൊന്നപ്പൻ എന്നൊരു കാർ ഡ്രൈവർ സുകുമാരക്കുറുപ്പ് വഴിയുമ്പം അസിസ്റ്റ് ചെയ്യാറുണ്ട്. ഈ പൊന്നപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഈ മരണത്തെ തുടർന്ന് ആദ്യം ഈ ശവസംസ്കാര സമയത്തൊന്നും സുകുമാരക്കുറുപ്പിൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് അവിടെ വരാതെ മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അത് അയാൾ വരാത്തതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിലും വളരെ വലിയൊരു സംസാരം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ പൊന്നപ്പൻ വന്നു. പൊന്നപ്പൻ വന്ന ഉടനെ പോലീസ് പൊന്നപ്പനെയും പൊക്കി. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അറിയണം. അത് പോലീസിന് അറിയണം. ഈ പറയുന്ന ഈ ഭാസ്കര പിള്ള പറഞ്ഞതെല്ലാം അതേ നിലയ്ക്ക് എടുത്ത് വിഴുങ്ങാൻ പോലീസിലെ മിടുക്കനായ DOSP ഹരിദാസിന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൊന്നപ്പനെ പിടിക്കുന്നു.
അത് ചോദ്യം ചെയ്യുന്നു. അത് പൊന്നപ്പൻ അവസാനം ഈ ഭാസ്കരപിള്ള ഏറ്റു പറഞ്ഞതുപോലെ പൊന്നപ്പൻ ഒരു കഥ പോലീസിനോട് പറയുന്നു. അത് ഇതാണ്: ആ രാത്രി ഈ കൊലപാതകം നടക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന് ഈ കാറിൽ താൻ ഓടിക്കുകയും ഈ സുകുമാരക്കുറുപ്പ് അടുത്തിരിക്കുകയും ചെയ്തു. രാത്രി ആ ഭാഗത്തു കൂടി വരുമ്പോൾ അവിടെ ഒരു ആളിൻ്റെ ദേഹത്ത് തട്ടുന്നു. ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് എത്തുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ ഈ ഒരു നടന്നുപോയ ഒരു വ്യക്തിയുടെ ശരീരത്താണ് ഈ ഇടിക്കുന്നത്. സുകുമാരക്കുറുപ്പും ഇദ്ദേഹവും വരുന്ന കാറ് ഇടിക്കുന്നത് കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്. അങ്ങനെ ഇടിച്ച് അയാൾ മരിച്ചു എന്ന് ഇവർ രണ്ടുപേരും മനസ്സിലാക്കുന്നു. തുടർന്ന് ഈ മരണത്തെ തുടർന്ന് താൻ പോലീസ് കസ്റ്റഡിയിലാകും എന്ന് പേടിച്ച സുകുമാരക്കുറുപ്പ് ഡ്രൈവർ പൊന്നപ്പനോട് പറയുന്നു, എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം. അതിന് ഇയാൾ കാർ ഓടിച്ചു വന്നപ്പോൾ ഇയാൾ കാറ് കത്തി കൊല്ലപ്പെട്ടതാണെന്ന് വരുത്തി തീർക്കാം നമുക്ക്. അങ്ങനെ സുകുമാരക്കുറുപ്പ് പറഞ്ഞതനുസരിച്ച് താൻ ഈ ഡ്രൈവറെ, ഈ കാർ ഇടിച്ച് കിടന്ന വ്യക്തിയെ ഡ്രൈവർ സീറ്റിൽ ഇരുത്തി കത്തിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. പക്ഷേ ഇത് കള്ളക്കഥ തന്നെയാണെന്ന് പോലീസിന് വ്യക്തമാകുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്ന പൊന്നപ്പൻ തോളിൽ കൈയിട്ടുകൊണ്ട് പോകുന്നത് മറ്റൊരു വ്യക്തിയുടെ കൂടെയാണ്. മധു എന്നാണ് ആ വ്യക്തിയുടെ പേര്. പൊന്നപ്പൻ്റെ അടുത്ത സുഹൃത്താണ്. മരണ വീട്ടിൽ നിന്നും ഇവരിങ്ങനെ പോകുമ്പോൾ ഈ മധു കൂടെയുള്ളത് പോലീസ് പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. അന്വേഷിക്കുമ്പോൾ മധു ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിലെ തന്നെ ഒരു ലാബ് അസിസ്റ്റൻ്റാണ്. ഇയാളും മധുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഉടനെ പൊന്നപ്പൻ്റെ പിന്നാലെ എത്തി പോലീസ് അന്വേഷിക്കുമ്പോൾ പൊന്നപ്പൻ പറയുന്നത് ഈ സുകുമാരക്കുറുപ്പ് ഒരു പുതിയ വീട് വെക്കുന്നു. 1800 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു വലിയ വീടാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ മേൽനോട്ടമൊക്കെ നടത്താൻ ചുമതലപ്പെടുത്തിയത് മധുവിനെയാണ്. മധു ഒരു ലാബ് അസിസ്റ്റൻ്റാണ്. അത് സുകുമാരക്കുറുപ്പിൻ്റെ സുഹൃത്തും കൂടി തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ പൊന്നപ്പൻ ഈ വിവരങ്ങൾ എല്ലാം പറഞ്ഞപ്പോൾ പോലീസിന് അറിയേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട കാര്യം സുകുമാരക്കുറുപ്പ് എവിടെ എന്നുള്ളതാണ്. ഇതെല്ലാം ചെയ്യാൻ പൊന്നപ്പനെ പ്രേരിപ്പിച്ച, ഡ്രൈവറെ പ്രേരിപ്പിച്ച സുകുമാരക്കുറുപ്പ് അന്ന് രാത്രി ആലുവയിലുള്ള ഒരു ലോഡ്ജ് മുറിയിലാണ് വീടെടുത്തത് എന്ന് പൊന്നപ്പൻ, വീടല്ല മുറിയെടുത്തെന്ന് പൊന്നപ്പൻ പോലീസിനോട് വെളിപ്പെടുത്തുന്നു. പോലീസ് ആലുവയിലെത്തുന്നു. ലോഡ്ജുകളെല്ലാം അരിച്ചു പറക്കുന്നു. പക്ഷേ അവിടെയൊന്നും സുകുമാരക്കുറുപ്പിനെ കാണാനില്ല. സുകുമാരക്കുറുപ്പ് മുങ്ങിക്കഴിഞ്ഞു. സുകുമാരക്കുറുപ്പിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ ലോഡ്ജിലെ ജീവനക്കാരെല്ലാം തിരിച്ചറിഞ്ഞു ഇയാൾ തന്നെയാണ് സുകുമാരക്കുറുപ്പ്. പക്ഷേ ഇയാൾ ലോഡ്ജിൽ തലേന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ അവിടെ നിന്നും വെക്കേറ്റ് ചെയ്തു പോയി കഴിഞ്ഞു എന്ന് അറിയുന്നു. തുടർന്ന് ഇയാൾ എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ പോലീസ് വല വിരിച്ചെങ്കിലും സുകുമാരക്കുറുപ്പിനെ മാത്രം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ അലങ്കാർ ലോഡ്ജാണെന്ന് പൊന്നപ്പൻ പറയുന്നതനുസരിച്ച് അലങ്കാർ ലോഡ്ജിലെ റിസപ്ഷനിൽ ഈ സുകുമാരക്കുറുപ്പ് എഴുതിയ, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പേരും അഡ്രസ്സുമൊക്കെ പോലീസ് കൗണ്ടർ വെരിഫൈ ചെയ്യുകയാണ്. അതിൽ കാണുന്നത് അവിടെ വേണുഗോപാൽ എന്ന പേരിലാണ് മുറി എടുത്തിരിക്കുന്നത്. ആലപ്പുഴ എന്നാണ് സ്ഥലപ്പേര് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം സുകുമാരക്കുറുപ്പിൻ്റെ കൈപ്പടയിൽ തന്നെയാണെന്ന് ഉറപ്പാക്കുന്നു. കാരണം സുകുമാരക്കുറുപ്പിൻ്റെ കൈപ്പടയിലുള്ള ചില ഡോക്യുമെൻസുകൾ വീട്ടിൽ നിന്നും പോലീസ് ഇതിനിടയിൽ തന്നെ കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ഈ വേണുഗോപാൽ ആലപ്പുഴ എന്ന് എഴുതിയിരിക്കുന്നത് സുകുമാരക്കുറുപ്പ് തന്നെയാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. ലോഡ്ജിൽ സുകുമാരക്കുറുപ്പ് ഉണ്ടായിരുന്നു എന്ന് തീർച്ചപ്പെടുകയും ചെയ്തു. അവിടെ നിന്ന് തന്നെയാണ് ഈ പൊന്നപ്പൻ ഈ സുകുമാരക്കുറുപ്പ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു ടെലഗ്രാമും ഭാര്യയ്ക്ക് അബുദാബിയിലേക്ക് അയക്കുകയും ചെയ്തതും പോലീസിൻ്റെ ശ്രദ്ധയിൽ വന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ വെളിപ്പെട്ട മറ്റൊരു കാര്യം, ഈ ജനുവരി 6-ാം തീയതി
സുകുമാരക്കുറുപ്പ് വരുമ്പോൾ എയർപോർട്ടിൽ എത്തുമ്പോൾ കൂടെ ഷാഹു എന്നൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു എന്നും ഈ ഷാഹു എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് മറ്റാർക്കും അറിയില്ല, സുകുമാരക്കുറുപ്പ് സുഹൃത്തായി കൊണ്ടുവന്ന ആളാണെന്നും മനസ്സിലാക്കുന്നു. ഈ ഷാഹുവിന് എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് വേണ്ടി പൂരിപ്പിച്ച് നൽകേണ്ട ഒരു കാർഡ് പൂരിപ്പിച്ച് നൽകിയതും സുകുമാരക്കുറുപ്പ് തന്നെയാണെന്ന് കൈപ്പട കൊണ്ട് പോലീസ് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഈ ഷാഹുവിനെ അന്വേഷിച്ച പോലീസ് അവസാനം അയാളെ കണ്ടെത്തുന്നു. അയാൾ അക്ഷരാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു പാവം മനുഷ്യനാണ്. അയാളും അബുദാബിയിൽ സുകുമാരക്കുറുപ്പിനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അവിടെ നിന്ന് സുകുമാരക്കുറുപ്പ് വരുമ്പോൾ കൂടെ വന്ന ആളാണ്. ഈ ഷാഹുവിനോട് സുകുമാരക്കുറുപ്പ് പറഞ്ഞിരുന്നു, തനിക്ക് ഏകദേശം ഒരു ഇൻഷുറൻസിൻ്റെ സാധ്യത അബുദാബിയിൽ നിന്നും കിട്ടാൻ ഉണ്ട്. 8 ലക്ഷം രൂപ വരെ കിട്ടും. അത് താൻ മരണപ്പെട്ട സർട്ടിഫിക്കറ്റ് അബുദാബിയിലെ കമ്പനിയിൽ എത്തിച്ചാലാണ് കിട്ടുക. അത് കാർ അപകടം കൊണ്ടാണ് മരണപ്പെട്ടതെങ്കിൽ 8 ലക്ഷം എന്നുള്ളത് 16 ലക്ഷമായി കിട്ടും. അതിന് തനിക്ക് എങ്ങനെയെങ്കിലും ചില പരിപാടികൾ സംഘടിപ്പിക്കണം, അതിന് കൂട്ടു നിൽക്കണം എന്ന് പറഞ്ഞാണ് ഷാഹുവിനെ കൂടെ കൊണ്ടുവരുന്നത്. ഭാസ്കരപിള്ള എന്ന് പറയുന്ന ഭാര്യയുടെ അനിയത്തിയെ കല്യാണം കഴിച്ചിരിക്കുന്ന വ്യക്തിയുണ്ട്. പൊന്നപ്പൻ എന്ന ഡ്രൈവറുണ്ട്. ഷാഹു എന്ന് പറഞ്ഞ് അബുദാബിയിൽ നിന്നും കൂടെ വന്ന സുഹൃത്തുണ്ട്. ഇവർ 4 പേരും കൂടെ ചേർന്നിട്ട് ചില ആലോചനകൾ തുടങ്ങി. സുകുമാരക്കുറുപ്പിന് പകരം ഒരാൾ ഇവിടെ മരണപ്പെടണം. മരണപ്പെട്ട ആൾ സുകുമാരക്കുറുപ്പ് തന്നെയാണെന്ന് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കണം. ഇത് വെച്ചിട്ടാണ് അബുദാബിയിൽ നീക്കം നടത്താൻ ആലോചിച്ചപ്പോൾ അവർ ചില തന്ത്രങ്ങൾ അവർ രൂപപ്പെടുത്തി. ഒന്ന്, ഒരു ഡെഡ് ബോഡി സംഘടിപ്പിക്കുക. സുകുമാരക്കുറുപ്പിന് സമാനമായി അതേ ഉയരവും വണ്ണവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയുടെ ഡെഡ് ബോഡി, ആ മൃതശരീരം കാറിനകത്തിട്ട് കത്തിക്കുക. സുകുമാരക്കുറുപ്പിൻ്റെ കാറിൽ തന്നെ കത്തിക്കണം. അപ്പോൾ സുകുമാരക്കുറുപ്പ് തന്നെയാണ് കാറിനുള്ളിൽ വെച്ച് അപകടത്തിൽ തീ പിടിച്ച് കൊല്ലപ്പെട്ടതെന്ന് വരും എന്നുള്ളതാണ്. പക്ഷേ അവരുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു ഡെഡ് ബോഡി അവർക്ക് കിട്ടാതെ വന്നു. മധു എന്ന് പറയുന്ന ഈ ലാബ് അസിസ്റ്റന്റിനോട് പറഞ്ഞെങ്കിലും മധുവിന് അക്കാര്യത്തിലുള്ള പേടിയും ചില സംശയങ്ങളുമൊക്കെ പങ്കുവച്ചപ്പോൾ അത് നടപ്പില്ല എന്ന് മനസ്സിലായി. പിന്നീട് അവരുടെ ആലോചന ഏതെങ്കിലും ശ്മശാനത്തിൽ പോയി ഒരു അടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ട ഒരാളുടെ ഡെഡ് ബോഡി ഈ കുഴിച്ചെടുക്കുക, ആ ഡെഡ് ബോഡിയെ കാറിനുള്ളിൽ ഇരുത്തി തീ കത്തിച്ച് കൊലപ്പെടുത്തി എന്ന് വരുത്തുക. ഇതായിരുന്നു രണ്ടാമത്തെ തീരുമാനം. പക്ഷേ അതിന് ശ്മശാനം സൂക്ഷിപ്പുകാരൻ ഇവർക്ക് കൂട്ടു നിൽക്കാതെ വന്നപ്പോൾ അതും പൊളിഞ്ഞു. മൂന്നാമത്തെ ഓപ്ഷനായിരുന്നു ജീവനോടെ സമാനമായ ഒരാളെ പിടികൂടുക, കൊലപ്പെടുത്തുക, കാറിനുള്ളിലിട്ട് കത്തിക്കുക. ഡ്രൈവർ സീറ്റിൽ കത്തി സുകുമാരക്കുറുപ്പ് തന്നെയാണ് മരണപ്പെട്ടതെന്ന് വരുത്തുക. അത് വളരെ പ്രാക്ടിക്കലാണെന്ന് ഇവർ 3 പേരും കൂടി അത് ഉറപ്പാക്കുന്നു. അതിൽ ഭാസ്കരപിള്ളയുണ്ട്, പൊന്നപ്പൻ എന്ന് പറയുന്ന ഡ്രൈവറുണ്ട്, സുകുമാരക്കുറുപ്പുണ്ട്. ആ ഭാഗം എത്തുമ്പോഴത്തേക്കും ഷാഹു ഈ തൻ്റെ നാട്ടിലേക്ക് പോയത് കാരണം ഇതിൽ പങ്കാളിയാകാൻ ഷാഹുവിന് കഴിഞ്ഞില്ല. അതിനു മുമ്പുള്ള പലതിലും ഷാഹു ഉണ്ടായിരുന്നെങ്കിലും അവസാനം ഈ ഒരാളിനെ കണ്ടെത്തി കൊലപ്പെടുത്തുമ്പോൾ ഷാഹു ഇല്ലായിരുന്നു ഇവരോടൊപ്പം. അങ്ങനെ ഈ ഒറ്റ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഇവർ ആലപ്പുഴയും പരിസരങ്ങളിലെല്ലാം സമാനമായ ഒരാളിന് വേണ്ടി ഇവർ തിരക്കഥ ഒരുക്കുന്നു. അങ്ങനെയാണ് ആലപ്പുഴയ്ക്ക് സമീപം ഈ കൊല്ലപ്പെട്ടതിൻ്റെ ഭാഗത്ത് ഒരു സിനിമാ തിയേറ്റർ ഉണ്ട്. അവിടെ ഒരു രാത്രി ഇറങ്ങി വരുന്ന ചാക്കോ എന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ആ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പൊന്നപ്പനായിരുന്നു. കാറിൽ ഭാസ്കരപിള്ളയും ഉണ്ടായിരുന്നു. ഇവര് പതിയെ ചാക്കോ ഒരു അബദ്ധം കാണിച്ചത്, ചാക്കോയ്ക്ക് അറിയില്ലല്ലോ തന്നെ കൊല്ലാൻ, തന്നെ പിടികൂടാൻ ഒരു ഗ്രൂപ്പ് തൻ്റെ പിന്നാലെ ഉണ്ട്, സുകുമാരക്കുറുപ്പിന് പകരം താനാണ് പിടികൂടപ്പെടുക എന്ന് അയാൾക്ക് അറിയില്ലല്ലോ. അയാൾ എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ രാത്രി ഒരു കാറിനെ ലിഫ്റ്റ് പലപ്പോഴും ചോദിക്കുന്ന വ്യക്തിയാണെന്ന് ഇവരറിഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കാറിനാണ് അയാൾ കൈ കാണിച്ചത്. അപ്പോൾ പൊന്നപ്പൻ കാറ് നിർത്തുന്നു. അവിടെ ഈ ചാക്കോ എന്ന് പറയുന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവ് കയറിയിരിക്കുന്നു. പിറകിൽ ഭാസ്കരപിള്ളയുമുണ്ട് സീറ്റിന് പിറകിൽ.
വണ്ടി പോകുന്നു. ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തെത്തുമ്പോഴത്തേക്കും ഇയാളുടെ പിന്നിൽ നിന്നും ഈ ഭാസ്കരപിള്ള ഒരു ടവല് കൊണ്ട് കഴുത്തിലിട്ട് ഉരുക്കുന്നു. ആ സമയം തന്നെ ഒരു ദ്രാവകം, ഈ മയക്കം വരുന്ന തരത്തിലുള്ളൊരു ദ്രാവകം ഈ പൊന്നപ്പൻ എന്ന ഡ്രൈവർ ഇയാളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതോടുകൂടി ഇയാൾ മയങ്ങി വീഴുകയാണ് ചെയ്യുന്നത്. ഈ കഴുത്തിലെ ഈ തുണി കൊണ്ടുള്ള മുറുക്കം കൂടിയായപ്പം അയാൾ അപ്പോൾ തന്നെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ആ വിവരം നേരെ സുകുമാരക്കുറുപ്പിനെ വിളിച്ചറിയിക്കുന്നു. സുകുമാരക്കുറുപ്പ് യഥാർത്ഥത്തിൽ ആ കാറിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സുകുമാരക്കുറുപ്പ് അപ്പോൾ ഈ കൽപ്പകവാടി എന്ന് പറയുന്ന ആലപ്പുഴയ്ക്ക് സമീപമുള്ള ഒരു ഹോട്ടലിൽ ആയിരുന്നു. അവിടെ എത്തി ഒരു വിവരം പറയുന്നു, കാറിനകത്ത് സമാനമായ ഒരാളെ കൊണ്ടിട്ടിട്ടുണ്ട്. അയാൾ ചാക്കോ ആണോ അല്ലയോ എന്നൊന്നും ഇവർ അപ്പോൾ സുകുമാരക്കുറുപ്പിനോട് പറയുന്നില്ല എന്നാണ് അറിയുന്ന വിവരം. എന്തായാലും മറ്റൊരു കാറിൽ സുകുമാരക്കുറുപ്പ് ഈ കാറിനെ ഫോളോ ചെയ്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് വരുന്നു. അവിടെ ഈ പറഞ്ഞതുപോലെ അവർ ശേഖരിച്ച് വെച്ച 5 ലിറ്റർ പെട്രോളിൻ്റെ കാന ഈ മനുഷ്യൻ്റെ തലയിലേക്ക് ഒഴിക്കുന്നു. ചാക്കോയെ ഡ്രൈവർ സീറ്റിൽ ഇരുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവിടെ കത്തിക്കരിഞ്ഞ് ചാക്കോ എന്ന ഈ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് മരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സുകുമാരക്കുറുപ്പിന് തൻ്റേതായ രൂപത്തിലുള്ള അല്ലെങ്കിൽ ആ ഉയരവും വണ്ണവുമുള്ള ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇവർ രാത്രി അവിടം വിട്ട് പോകുന്നത്. ഭാസ്കരപിള്ള കൂടെ ഉണ്ടായിരുന്നു. ഭാസ്കരപിള്ളയ്ക്ക് ഈ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുമ്പോൾ പൊള്ളലിൻ്റെ പാടുകൾ ഏറ്റിട്ടുണ്ട്, പൊന്നപ്പനും ഏറ്റിട്ടുണ്ട്. പക്ഷേ സുകുമാരക്കുറുപ്പിന് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഇവർ പിന്നീട് പോലീസിനോട് പറഞ്ഞത്. എന്തായാലും തുടർന്ന് ഇവർ അവിടെ നിന്നും മുങ്ങുകയാണ് ചെയ്തത്. ഭൂട്ടാനിലേക്കാണ് പൊന്നപ്പനും ഈ സുകുമാരക്കുറുപ്പും രക്ഷപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. പല സ്ഥലങ്ങളിലായി കറങ്ങി അവർ രക്ഷപ്പെട്ട് പോവുകയാണ് ചെയ്തത്. സുകുമാരക്കുറുപ്പ് പൊന്നപ്പനെ തിരിച്ചു കിട്ടിയെങ്കിലും സുകുമാരക്കുറുപ്പിനെ പിന്നീട് ഒരിക്കലും പോലീസിന് കണ്ടെത്താൻ ആയിട്ടില്ല. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിലേക്ക് പോകുന്നു. കൊലപ്പെടുത്തിയത് ചാക്കോ എന്ന് പറയുന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ ആണെന്നും 1-ാം പ്രതി സുകുമാരക്കുറുപ്പാണെന്നും തുടർന്ന് വരുന്ന പ്രതികളൊക്കെ പൊന്നപ്പനും ഭാസ്കരപിള്ളയും ഒക്കെയാണെന്നും ഈ മറ്റ് ആളുകളെയെല്ലാം മാപ്പ് സാക്ഷികൾ ആക്കി, ഷാഹുവിനെ ഉൾപ്പെടെയുള്ളവരെ മാപ്പ് സാക്ഷികളാക്കിക്കൊണ്ടുമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തത്. പക്ഷേ ഈ പ്രതികളൊക്കെ തന്നെ രക്ഷപ്പെട്ടു പോയി. ആദ്യ സമയം ജീവപര്യന്തം ശിക്ഷ 2 പേർക്കും കിട്ടിയത് ഈ പൊന്നപ്പനും അതുപോലെ ഭാസ്കരപിള്ളയ്ക്കും ആയിരുന്നു. പക്ഷെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശരിക്കും അവരുടെ പ്രതിഭാഗം അഡ്വക്കറ്റ്മാർ നന്നായി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. കൊല്ലപ്പെട്ട വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം കൊലപ്പെടുത്തിയ ആളുകളെ എങ്ങനെ ശിക്ഷിക്കും എന്ന വാദമാണ് ഇവർ ഉയർത്തിയതെങ്കിലും കോടതി അതെല്ലാം തള്ളിക്കളയുകയാണ് ചെയ്തത്. കോടതി പറഞ്ഞത്, ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചാൽ ആ ആള് എ ആണോ ബി ആണോ എന്നത് മനസ്സിലാക്കേണ്ടതോ അറിയേണ്ടതോ ആയ കാര്യമില്ല. കൊലപ്പെടുത്തിയത് ഈ പ്രതികൾ തന്നെയാണെന്ന് തീർച്ചപ്പെട്ടിരിക്കുന്നു. 1-ാം പ്രതിയെ കണ്ടുപിടിക്കാനായില്ലെങ്കിലും കൂട്ടുപ്രതികളെ പോലീസ് സമർത്ഥമായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ജീവപര്യന്തം ശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവർക്ക് നൽകാനാവില്ല. അത് തന്നെ കോടതി നൽകുകയാണ് ചെയ്തത്. ഹൈക്കോടതി വരെ ഇത് രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി എങ്കിലും ഈ 2 പ്രതികളും ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷേ അവർ പിന്നീട് ജീവപര്യന്തം ശിക്ഷ കരുതി പുറത്തേക്കിറങ്ങി അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എങ്കിലും സുകുമാരക്കുറുപ്പിനെ നാളിതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത് ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ്. 40 വർഷങ്ങൾക്ക് ശേഷവും പിടികൂടാൻ കഴിയപ്പെടാത്ത ഒരു പ്രതി എവിടെയോ ഒരിടത്ത് ഉണ്ട് എന്ന് പറയുന്നു. ഹിമാലയത്തിൽ വരെ സുകുമാരക്കുറുപ്പ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നിരവധിയാണ്.
ഒരു സന്യാസിയെ പോലെ സുകുമാരക്കുറുപ്പ് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അയാൾ ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ ജയിലിനകത്ത് വന്നില്ലെങ്കിലും പുറം ലോകത്ത് ആരുമായും ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് ദൈവം സുകുമാരക്കുറുപ്പിനെ എത്തിച്ചു എന്നുള്ളതാണ് കാലം നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ.